ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നടത്താൻ പോകുന്ന പ്രോഗ്രാം അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും അതിനാധാരമായി എഴുതിയിട്ടുള്ളത് സങ്കീർത്തനം 91 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 1 കൊരിന്ത്യർ 13 അധ്യായം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും. സങ്കീർത്തനം 91 അന്നത്തെ കാലഘട്ടം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നിൻ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 91 ഇന്നത്തെ കാലഘട്ടം. മൊബൈൽ ഫോണിൻ്റെ മറവിൽ വസിക്കുകയും ഇൻസ്റ്റഗ്രാമിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് അത് എൻ്റെ ചങ്കും എൻ്റെ സ്വപ്നവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ജീവനുമാകുന്നു. അത് എന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലും നാശകരമായ ദുഷ്പ്രവൃത്തികളിലും എത്തിക്കുന്നു. അവൻ്റെ മെസ്സേജുകൾ കൊണ്ട് എന്നെ മറയ്ക്കും. അവൻ്റെ ചാറ്റിങ്ങിൽ ഞാൻ ശരണം പ്രാപിക്കും. അവൻ്റെ മെസ്സേജുകൾ എനിക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിൽ ഞാൻ മെസ്സേജ് അയക്കും, പകലിൽ ഞാൻ മാന്യനായി നടക്കും. ഇരുട്ടിൽ വരുന്ന ഫോൺ കോളിനെയും ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോകുന്നതും ഞാൻ പേടിക്കയില്ല. എൻ്റെ ഫേസ്ബുക്കിൽ 1000 കൂട്ടുകാരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ 10,000 പേരും ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കയില്ല. എൻ്റെ ഫോണിൽ വരുന്ന ലൈക്കും മെസ്സേജുകൾ ഞാൻ ഒളിച്ചിരുന്ന് നോക്കിക്കാണും. ദൈവമേ, എൻ്റെ ഫോൺ സ്കൂളിൽ പോകുമ്പോൾ ആരും കാണരുതാതെ ഫോൺ ഒളിപ്പിച്ച് വയ്പ്പാൻ ഞാനൊരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ ഭയപ്പെടുകയില്ല. ഒരു മനുഷ്യനും എൻ്റെ വീട്ടിൽ ചോദിക്കാൻ വരികയില്ല. എൻ്റെ എല്ലാ വഴികളും മാതാപിതാക്കൾ കാണുന്നുണ്ട്. അവർ എന്നെക്കുറിച്ച് പാസ്റ്ററോട് പറഞ്ഞിട്ടുമുണ്ട്. ഫോണിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും കല്ലെറിഞ്ഞാലും എൻ്റെ കൂട്ടുകാർ കൈകളിൽ വഹിച്ചുകൊള്ളും. അപ്പനെയും അമ്മയും ഞാൻ അനുസരിക്കുകയില്ല. സഭായോഗവും സന്ധ്യാപ്രാർത്ഥനയും ഞാൻ മെതിച്ചു കളയും. എൻ്റെ കൂട്ടുകാർ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ബുദ്ധിയോടെ കളിക്കുന്നതും കൊണ്ട് അവർ എന്നെ ഉയർത്തും. ഞാൻ രാത്രിയിൽ ഫോണിൽ അവനെ വിളിക്കും, അവൻ എണീറ്റ് ഉത്തരമരുളും. എന്നാൽ നിന്റെ കഷ്ടകാലത്ത് ആരും നിന്നോട് കൂടെ കാണുകയില്ല. നീ ഇൻസ്റ്റാഗ്രാം കൂട്ടുകാരെ വിളിക്കും, ആരും കാണുകയില്ല. നിന്റെ ആയുഷ്കാലം മുഴുവനും ഒരു സമാധാനവും കാണുകയില്ല. നിന്റെ രക്ഷപ്പെടൽ ഒരു വഴിയുമില്ലാതെ നീ നശിക്കും. എല്ലാവരും കരമടിച്ചാട്ടോ, കരമടിക്കണം. 1 കൊരിന്ത്യർ 13 അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നു പോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു,
ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഒന്ന് കൊരിന്ത്യർ 13 അധ്യായം. ഇന്നത്തെ കാലഘട്ടം. ഞാൻ മുഴുത്ത വിശ്വാസിയായും അന്യഭാഷയിൽ സംസാരിക്കാത്ത വ്യക്തിയുമാണ്. എനിക്ക് സഭായോഗത്തോട് താല്പര്യവും ഉത്സാഹവുമില്ല. എനിക്ക് അപ്പൻ വളരെ സ്ത്രീധനം തന്ന് കല്യാണം കഴിപ്പിച്ചപ്പോഴും എനിക്ക് സഭായോഗവും ആരാധനയും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കുള്ള സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, സഭായോഗം എന്നിവ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിയായി മാറി. സഭായോഗത്തിന് പോയാൽ കാണിക്കയിടുകയില്ല, കൈയടിക്കുകയില്ല, കണ്ണടക്കുകയില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ കളിപ്പിച്ചു കൊണ്ടിരിക്കും, ഞാൻ ചീർത്തുകൊണ്ടിരിക്കും, ഭർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കും. ആരാധനയിൽ സന്തോഷിക്കാതെ നുണ പറയുന്നതിൽ സന്തോഷിക്കുന്നു. സത്യം ഞാൻ വിറ്റുകളഞ്ഞു, പകരം കള്ളം പറഞ്ഞു നടക്കുന്നു. എൻ്റെ ഭവനത്തിൽ എനിക്ക് പൊറുക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസവുമില്ല. അമ്മായിയമ്മയുടെ സംസാരം എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ ജ്ഞാനക്കുറവ് നിമിത്തം വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എൻ്റെ മാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അംശമായി ഞാൻ നുണ അറിയുകയും അറിഞ്ഞതിനെ ഊതി വീർപ്പിച്ച് വലുതാക്കി വിടും. യഥാർത്ഥ കാര്യം ഞാൻ പറയാതെ നിർമ്മിത കഥകൾ സൃഷ്ടിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ കൃത്യമായി പോകും, സഭായോഗത്തിനും പോകും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും, സന്ധ്യാപ്രാർത്ഥന ഒന്നും മുടക്കുകയില്ല. ഇപ്പോൾ ഞാൻ എന്തോ ആയി തീർന്നതുപോലെ, അതുകൊണ്ട് മുകളിൽ പ്രസ്താവിച്ചതെല്ലാം ത്യജിച്ചു കളഞ്ഞു. ഞാൻ കണ്ണാടിയിൽ നോക്കി തൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുമാറാക്കും. എൻ്റെ മുഖം കണ്ട് ഞാൻ സന്തോഷിക്കും. ഇത് നിമിത്തം ഞാൻ വീട്ടുജോലികൾ നോക്കാതെ എനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് സഭായോഗം, ഉപവാസ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന ഇവ മൂന്നും നിലനിൽക്കുന്നു. എനിക്ക് ഇവ മൂന്നിലും പോയി പങ്കെടുക്കുവാൻ സമയവുമില്ല, ഇഷ്ടവുമില്ല.